പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലും തപുലാത്മാവേ അമിതബലം താരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ ധീരതയോടു നിൻ വേല ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. കൃപകളും വാരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ, നെഞ്ചനമുണർന്നിടുവാൻ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 33 മുതൽ 40 വരെയുള്ള സങ്കീർത്തനങ്ങൾ. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിന് അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്ദയെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദഭാഗത്തിൽ നിന്ന് ഒരു തിരുവചനം കൂടി നമുക്ക് ചിന്തിക്കാം. യോനാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. വളരെ ശക്തമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എൻ്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. പ്രിയരെ, യോന ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ വലിയ മത്സ്യത്തിന്റെ വയറ്റിൽ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടതായി തോന്നിയ ആ നിമിഷത്തിൽ യോന ദൈവത്തോട് നിലവിളിച്ചു. ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ടു. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഏത് ആഴത്തിലുള്ള കഷ്ടതയിൽ ആയാലും ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നു. പശ്ചാത്താപത്തോടെ ദൈവത്തെ വിളിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളകയില്ല. മനുഷ്യന് വഴിയില്ലെന്ന് തോന്നുന്നിടത്ത് ദൈവം ഒരു വഴി തുറക്കുവാൻ കഴിവുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ എത്ര ഇരുണ്ടതായാലും യഹോവയിലേക്കുള്ള പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആകയില്ല. വിശ്വാസത്തോടെ അവനെ വിളിക്കുന്നവന് അവൻ ഉത്തരം നൽകുകയും തൻ്റെ സമയത്ത് വിടുതൽ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ നിന്നെ നിലവിളിക്കുന്നു. എൻ്റെ നിലവിളി കേട്ട് എന്നെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വഴി എന്നെ നടത്തുകയും ചെയ്യണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസിന്റെ ഒരു ദിനം കൂടി നീട്ടി തന്നതിനായി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമപ്പ. സകലരെയും അവരുടെ സകല കഷ്ടതയുടെ നടുവിൽ രോഗത്തിന്റെ പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിന്ന് വിടുവിക്കണമേ. സകലരെയും
നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ, ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവന് ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും സഹായിക്കണമേ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന വചനം പോലെ യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തെ സ്വീകരിച്ച് ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം പോലെ ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണം. സകല ജനത്തെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.